ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കടലാസ് പൂവ്. ഇതിൻ്റെ പല പല കളർ വെറൈറ്റീസുമുണ്ട്. ഈ കളർ വെറൈറ്റി കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നമ്മുടെ വീടിന് മാത്രമല്ല, നമ്മുടെ മനസ്സിലും അതിൻ്റെ ഒരു പ്രകാശമുണ്ടാകും. ഇത് പല ഷേപ്പിലും പല രീതിയിലും വളർത്തുന്നവരുണ്ട്. എല്ലാം ഒന്നിനൊന്ന് ഭംഗി കൊടുക്കുന്നതാണ്. അതുപോലെ ഹാങ്ങിങ് പോട്ടിലും നമുക്കിത് വളർത്താവുന്നതാണ്. ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയറൊക്കെ ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ കടലാസ് ചെടി വളർത്തുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ശരിയായിട്ടുള്ള ബോഗൺവില്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക എന്നതാണ്. ചൂസ് ദ റൈറ്റ് ബോഗൺവില്ല വെറൈറ്റി. ഇതിൽ കുള്ളൻ ഇനത്തിൽപ്പെട്ടതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടതാണ് അലക്സാൻഡ്ര, ബാംബിനോ പോലുള്ളവ. അല്ലെങ്കിൽ വേറെ നല്ല ഒതുക്കത്തിൽ വളർത്താൻ കഴിയുന്നവ തിരഞ്ഞെടുക്കുക. കാരണം എല്ലാ കടലാസ് ചെടിയും നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ കഴിയുകയില്ല. ഹാങ്ങിങ് പോട്ടിന് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു ഒതുക്കത്തിൽ വളരുന്ന ബോഗൺവില്ല മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കണ്ടെയ്നറാണ്. കണ്ടെയ്നർ തിരഞ്ഞെടുക്കുമ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്തത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പമുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ നല്ല ഡ്രൈനേജ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. മൂന്നാമതായി ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. ഇതിന് മണ്ണ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കേണ്ടൂ. കാരണം വെയിറ്റ് അധികം ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെ. പിന്നെ ക്ലേ ബോൾ, കോക്കോ പീറ്റ്, ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, പെർലൈറ്റ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം പിടിച്ച് നിർത്താൻ വേണ്ടിയാണ്. ചട്ടിയിൽ ഫസ്റ്റ് നമ്മൾ ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കുക. ഒരു 2 ഇഞ്ച് കനത്തിൽ ഇടുന്നതാണ് നല്ലത്. ക്ലേ ബോൾസിനും വെയിറ്റ് അധികം ഉണ്ടാവുകയില്ല. നെക്സ്റ്റ് അതിൻ്റെ ശേഷം എല്ലാം മിക്സ് ചെയ്ത് ചട്ടിയുടെ 3/4 ഭാഗം വരുന്നത് വരയ്ക്കും ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ സൺലൈറ്റാണ് നാലാമത്തെ ടിപ്സ്. ഹാങ്ങിങ് പോട്ടിൽ വളർത്തുന്ന അധിക പ്ലാന്റും പാർഷ്യൽ ഷെയ്ഡിൽ വളരുന്നതാണ്. എന്നാൽ ബോഗൺവില്ല അങ്ങനെയല്ല. നല്ല സൺലൈറ്റ് കിട്ടണം. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഇടത്ത് തന്നെ തൂക്കിയിടണം. എന്നാലേ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് ഇതിൻ്റെ വാട്ടറിംഗ് ആണ്. പതിവായി വെള്ളം നനയ്ക്കുക, എന്നാൽ ഓവർ വാട്ടറിങ് പാടില്ല. ആറാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ. ഹാങ്ങിങ് പോട്ടിൽ വളർത്തുന്ന കടലാസ് ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗം നടത്തുകയും വേണം. നമ്മൾ കൊടുത്താലേ അതിന് ഭക്ഷണമുള്ളൂ. കാരണം പോട്ടിലുള്ള മണ്ണിൽ നിന്നും അധികം വളമൊന്നും അതിന് വലിച്ചെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ 15 ദിവസം കൂടുമ്പോൾ വളപ്രയോഗം നടത്തണം. നെക്സ്റ്റ് ഇതിൻ്റെ പ്രൂണിങ്ങും അത്യാവശ്യമാണ്. ഇതിൻ്റെ ഷേപ്പ് നിലനിർത്താനും വലുപ്പം നിയന്ത്രിക്കാനും പൂവിടുന്നത് പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ ഇത് സഹായകമാണ്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ. പിന്നെ ഹാങ്ങിങ് പോട്ടിൽ കടലാസ് ചെടി വളർത്തുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ കളർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ മനോഹരമായിരിക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.